സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വില പോയില്ല. നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇരുവരുടെയും പക്ഷത്തല്ല. കാരണം ഇരുവരും സൗകര്യം വരുമ്പോൾ ഒന്നിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണകൂടവും പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി വരാറുള്ളത് വിവാദം. അപ്പൊ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം, സർക്കാരും ഗവർണറും തമ്മിലുള്ള വിവാദം തെരുവിൽ. അത് കഴിഞ്ഞ് പിന്നെ സമാധാന കാലമാണ്. സമാധാന കാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് രാജ്ഭവനിലേക്കും, രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുര പലഹാരങ്ങളും സമ്മാന പൊതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പൊ ആ സമാധാന കാലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പിടിച്ചു വെച്ചിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങളതിനെ ശക്തിയായി എതിർത്തതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിനെ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ നിയമിക്കുന്നതിൽ ഞാൻ ആ സമിതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചത്, ശക്തമായ എതിർപ്പ്. അതിനുശേഷം എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണമെന്ന് വളരെ വിശദമായി ഗവർണറെ അറിയിച്ചത്. അത് ഇതുവരെ തീരുമാനമെടുക്കാനിട്ട് ഇത്രയും കാലം മാറ്റിവെച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ധാരണയിൽ എത്തിയിരിക്കുന്നതിന്റെ ഭാഗമല്ല, തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ, മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴെല്ലാം ഇതുപോലെ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ, എത്ര നിയമനങ്ങളാണ് റദ്ദാക്കിയത്. അപ്പൊ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആ അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും നിയമവിരുദ്ധമാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഇതൊക്കെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDF-ലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നാം തീയതി പറഞ്ഞു, ഇന്നലെയാണ് UDF-ന്റെ നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ SDP-യുടെ പിന്തുണ തള്ളുന്ന സാഹചര്യം, തീരുമാനം അല്ലെങ്കിൽ നിലപാടെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിക്കുന്നു SDP-യുടെ വോട്ട് വേണ്ട, SDP-യുടെ പിന്തുണ വേണ്ട എന്ന്.